ഞാൻ ഇന്ന് പറയുന്ന വിഷയം പൊങ്ങച്ചം കാണിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. പൊങ്ങച്ചം, അതായത് പൊങ്ങച്ചം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ. പോക്കറ്റിൽ 10 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയുടെ ഗമ കാണിക്കുന്നവർ ഇല്ലേ? അല്പം അറിവുണ്ടെങ്കിൽ കൂടുതൽ അറിവുണ്ടെന്ന് നടിക്കുന്നവർ, ഇതൊക്കെ പൊങ്ങച്ചക്കാരാണ് ഇല്ലേ? അങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട്, പൊങ്ങച്ചക്കാര്. അപ്പൊ ഈ നക്ഷത്രക്കാര് എല്ലാവരും അങ്ങനെ ആകണമെന്നൊന്നുമില്ല. ഇവരിൽ ഇങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ഞാനിവിടെ പറയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അല്ലാത്ത നക്ഷത്രക്കാരുണ്ടല്ലോ, അവരിലുണ്ട് പൊങ്ങച്ചം പറയുന്നവരൊക്കെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും 27 നക്ഷത്രത്തിലും കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ, ഈ പൊങ്ങച്ച നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇവര് എന്ത് നടക്കാത്ത കാര്യം നടക്കുമെന്ന് പറഞ്ഞ് ഗമ പറയും. ഇവർ കളിയും ചിരിയും കൗശലങ്ങളും ഇവരുടെ സ്വഭാവമാണ്. കളി, ചിരി, കൗശലങ്ങൾ ഇവരുടെ ഒരു സ്വഭാവ വിശേഷമാണ്. ഗമ കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 രൂപ പോക്കറ്റ് ഉണ്ടെങ്കിൽ ഇവർ 100 രൂപ പോക്കറ്റിലുള്ള ഗമ കാണിക്കും. പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയാൻ ഇവർക്ക് ഒരു മടിയുമില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം അവർ മാറ്റി പറയും, ഒരു സംശയമില്ല. ഞാനങ്ങനെ ചിലപ്പോൾ പറയും, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയും, അങ്ങനെ കാര്യം പറയും. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഈ നാട്ടിൻപുറത്തൊരു വിശേഷമുണ്ട്, ഒരു ചൊല്ലുണ്ട്, വിശേഷ ചൊല്ലുണ്ട്. അതായത് ഒതളങ്ങ മറിയണ പോലെ അങ്ങാടും ഇങ്ങാടും മറിയുമെന്ന്. അതായത് ഈ കാറ്റിനും ഇറക്കത്തിനും, ഏറ്റത്തിനും ഇറക്കത്തിനും ഒക്കെ ഒതളങ്ങ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും ഇല്ലേ? വെള്ളത്തിലുള്ള ഒതളങ്ങ എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇവരുടെ സ്വഭാവവിശേഷം, അങ്ങാടും മറിയും ഇങ്ങാടും മറിയും. അപ്പൊ ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും എന്നെ കല്ലെറിയരുത്, ആരും എന്നെ ചീത്തയും പറയരുത്. ഞാൻ ചില സത്യാവസ്ഥ പറയുന്നു എന്ന് മാത്രം. ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ എല്ലാവരും അങ്ങനെ ആകണമെന്നും ഇല്ലട്ടോ. ആയില്യം നക്ഷത്രക്കാർ ഇതേപോലെ പൊങ്ങച്ചം കാണിക്കുന്നവരാണ്. ആയില്യം നക്ഷത്രക്കാർ, തൃക്കേട്ട നക്ഷത്രക്കാർ, രേവതി നക്ഷത്രക്കാർ, അത്തം നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, ചതയം നക്ഷത്രം, മകീരം നക്ഷത്രം, പുണർദം നക്ഷത്രം, ഉത്രം നക്ഷത്രം, ചിത്തിര നക്ഷത്രം. ഈ പറയുന്ന നക്ഷത്രക്കാർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും കുറച്ചാളുകളെല്ലാം ഈ പൊങ്ങച്ചം പറയുന്നവരാണ്. പോക്കറ്റിൽ 10 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയുടെ ഗമ കാണിക്കുന്നവർ ഇല്ലേ? അല്പം അറിവുണ്ടെങ്കിൽ കൂടുതൽ അറിവുണ്ടെന്ന് നടിക്കുന്നവർ, ഇതൊക്കെ പൊങ്ങച്ചക്കാരാണ് ഇല്ലേ? അങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട്, പൊങ്ങച്ചക്കാര്. അപ്പൊ ഈ നക്ഷത്രക്കാര് എല്ലാവരും അങ്ങനെ ആകണമെന്നൊന്നുമില്ല. ഇവരിൽ ഇങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ഞാനിവിടെ പറയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അല്ലാത്ത നക്ഷത്രക്കാരുണ്ടല്ലോ, അവരിലുണ്ട് പൊങ്ങച്ചം പറയുന്നവരൊക്കെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും 27 നക്ഷത്രത്തിലും കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ, ഈ പൊങ്ങച്ച നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇവര് എന്ത് നടക്കാത്ത കാര്യം നടക്കുമെന്ന് പറഞ്ഞ് ഗമ പറയും. ഇവർ കളിയും ചിരിയും കൗശലങ്ങളും ഇവരുടെ സ്വഭാവമാണ്. കളി, ചിരി, കൗശലങ്ങൾ ഇവരുടെ ഒരു സ്വഭാവ വിശേഷമാണ്. ഗമ കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 രൂപ പോക്കറ്റ് ഉണ്ടെങ്കിൽ ഇവർ 100 രൂപ പോക്കറ്റിലുള്ള ഗമ കാണിക്കും. പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയാൻ ഇവർക്ക് ഒരു മടിയുമില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം അവർ മാറ്റി പറയും, ഒരു സംശയമില്ല. ഞാനങ്ങനെ ചിലപ്പോൾ പറയും, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയും, അങ്ങനെ കാര്യം പറയും. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഈ നാട്ടിൻപുറത്തൊരു വിശേഷമുണ്ട്, ഒരു ചൊല്ലുണ്ട്, വിശേഷ ചൊല്ലുണ്ട്. അതായത് ഒതളങ്ങ മറിയണ പോലെ അങ്ങാടും ഇങ്ങാടും മറിയുമെന്ന്. അതായത് ഈ കാറ്റിനും ഇറക്കത്തിനും, ഏറ്റത്തിനും ഇറക്കത്തിനും ഒക്കെ ഒതളങ്ങ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും
ഇല്ലേ, വെള്ളത്തിലുള്ള ഉതളങ്ങ എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇവരുടെ സ്വഭാവവിശേഷം, അങ്ങാടും മറിയും ഇങ്ങാടും മറിയും. അപ്പം ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ആരും എന്നെ കല്ലെറിയരുത്, ആരും എന്നെ ചീത്തയും പറയരുത്. ഞാൻ ചില സത്യാവസ്ഥ പറയുന്നു എന്ന് മാത്രം. ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ എല്ലാവരും അങ്ങനെ ആകണമെന്നും ഇല്ലട്ടോ.